ഒരുപാട് ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ടും അതുപോലെ അതിൻ്റെ കോഴ്സ് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആക്കാത്തത് കൊണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? തീർച്ചയായും വലിയ ഒരു പ്രശ്നമാണ് ഇതിൻ്റെ ബാക്കിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഈ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ ആവശ്യത്തിന് മാത്രം കൊടുക്കാനുള്ളതാണ്. നമ്മുടെ സമൂഹത്തിന് തന്നെ ഒരുപാട് ഗുണങ്ങൾ ചെയ്തിട്ടുള്ള ഒരു മരുന്നാണ് ഈ ആൻറ്റിബയോട്ടിക് മരുന്ന്. പക്ഷേ ഈ അടുത്ത കാലങ്ങളായിട്ട് ഇതിൻ്റെ ദുരുപയോഗം ഒരുപാട് കൂടി വരുന്നുണ്ട്. ഹോസ്പിറ്റലുകളിലായാലും അതുപോലെ തന്നെ ഈ ഫാർമസികളിൽ പോയിട്ടും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരുപാട് ആളുകൾ ആൻറ്റിബയോട്ടിക് മരുന്ന് മേടിച്ച് കഴിക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിലുള്ള പ്രശ്നങ്ങൾ എന്താണ്? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥ വരാൻ ചാൻസ് ഉണ്ട്. ആൻറ്റിബയോട്ടിക് മരുന്നുകൾ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടുതലായും ആൻറ്റി ബാക്ടീരിയൽ മരുന്നുകളാണ്. നമ്മളിൽ നിന്ന് കണ്ടുവരുന്ന കൂടുതലും ഈ ജലദോഷമാകട്ടെ, തൊണ്ടവേദനയാകട്ടെ, പിന്നെ വയർ സംബന്ധമായ വയറിളക്കം, അതുപോലെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന അസുഖങ്ങളിൽ ഒരു 70 മുതൽ 90% അസുഖങ്ങളും വൈറൽ കാരണമാണ് വരുന്നത്. ഈ വൈറൽ ഡിസീസിൽ ഈ ആൻറ്റിബയോട്ടിക്സ് കൊടുത്തിട്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. പിന്നെ മിക്കവാറും ആൾക്കാർ ഈ ആൻറ്റിബയോട്ടിക് മരുന്ന് മേടിച്ചു കൊണ്ട് പോയാലും 1-2 മരുന്ന് കഴിക്കുമ്പോഴേക്കും ഈ അസുഖം ഭേദമാവും. അതോടെ എന്ത് ചെയ്യും? ഈ കോഴ്സ് സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ ആവുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ഒരു 100 ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നത്. ഒരു 5 ദിവസത്തേക്കാണ് മരുന്ന് കൊടുക്കുന്നത്. 2 ദിവസം മരുന്ന് കഴിച്ചപ്പോഴേക്കും ഏകദേശം ഒരു 40 ബാക്ടീരിയ അവിടെ നശിപ്പിക്കപ്പെട്ടു. 60 എണ്ണം ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ള ആ ബാക്ടീരിയക്ക് ഈ മരുന്ന് പരിചിതമാകും. ഇനി എന്നിട്ടോ ആ ബാക്ടീരിയക്ക് കുറച്ച് സ്ട്രക്ചറൽ ചേഞ്ചസ് സംഭവിക്കും. അതുകൊണ്ട് അടുത്ത തവണ ഈ സെയിം മരുന്ന് നമ്മൾ ഈ അസുഖത്തിന് കൊടുക്കുമ്പോൾ ആ ബാക്ടീരിയയെ നശിപ്പിക്കാൻ പറ്റത്തില്ല. അവിടെ ബാക്ടീരിയൽ റെസിസ്റ്റൻസ് ആയി. ഇനി നമുക്ക് വേറെ മരുന്ന് പരീക്ഷിക്കേണ്ടി വരും. ഇങ്ങനെ ഈ ഒരു പ്രശ്നം ഈ ആദ്യം രോഗം വന്ന ആൾ മരുന്ന് കംപ്ലീറ്റ് ആക്കാത്തത് കൊണ്ട് ഇദ്ദേഹത്തിന് മാത്രമാണോ പ്രശ്നം വരുന്നത്? ഒരിക്കലുമല്ല. ഈ ബാക്ടീരിയ ഇദ്ദേഹത്തിൽ നിന്നും, ഈ മനുഷ്യനിൽ നിന്നും അടുത്ത ഒരു വ്യക്തിയിലേക്ക് പകരുകയാണെങ്കിൽ ആ സെയിം മരുന്ന്, നമ്മൾ നേരത്തെ കൊടുത്ത മെഡിസിൻ എന്ത് ചെയ്യും? അദ്ദേഹത്തിനും എഫക്റ്റ് ചെയ്യാണ്ട് വരും. അതുകൊണ്ട് ഈ ആൻറ്റിബയോട്ടിക്സ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മാത്രമല്ല, സമൂഹത്തിന് മൊത്തത്തിലുള്ള ഒരു പ്രശ്നമാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ യൂഷ്വലി എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് ആണ് യൂസ് ചെയ്യുക. എന്താണ് ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ്? ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള, ഏറ്റവും സൈഡ് എഫക്ട്സ് കുറവുള്ള, അതുപോലെ ഏറ്റവും പൈസ കുറവുമായിട്ടുള്ള ഒരുപാട് സ്റ്റഡീസും എവിഡൻസും ഉള്ള മെഡിസിൻസ് ആണ് ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ്. ഇങ്ങനെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് സമൂഹത്തിൽ വരുമ്പോൾ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് എന്ത് ചെയ്യും? നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെയാവും. പിന്നെ നമുക്ക് വരുന്നത് സെക്കൻഡ് ലൈൻ ഡ്രഗ്സ് ആണ്. സെക്കൻഡ് ലൈൻ ഡ്രഗ്സും ഈ ബാക്ടീരിയസ്ക്ക് എതിരായിട്ട് എഫക്റ്റീവാണ്. പക്ഷേ ഈ ഫസ്റ്റ് ലൈൻ ഡ്രഗിൻ്റെ അത്ര ഒരു സ്റ്റഡീസും ഉണ്ടാവില്ല, എവിഡൻസും ഉണ്ടാവില്ല. അതുപോലെ സൈഡ് എഫക്ട്സ് കൂടുതലുമായിരിക്കും, അതുപോലെ കോസ്റ്റും കൂടുതലായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇവിടെ ആ ബുദ്ധിമുട്ട് സെക്കൻഡ് ലൈൻ ഡ്രഗ്സ്, അതായത് കൂടുതൽ സൈഡ് എഫക്ട്സ് ഉള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള സെക്കൻഡ് ലൈൻ ഡ്രഗ്സ് എന്ത് ചെയ്യും? നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അതിനും റെസിസ്റ്റൻസ് വരികയാണെങ്കിൽ പിന്നെ നമ്മൾ തേർഡ് ലൈൻ ഡ്രഗ്സ് ആണ് യൂസ് ചെയ്യുന്നത്. തേർഡ് ലൈൻ ഡ്രഗ്സിൽ മിക്കവാറും ഇപ്പോഴും പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് ആണ്. അതിൻ്റെ എഫിക്കസി ആയിക്കോട്ടെ, അതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിക്കോട്ടെ, അതിനെപ്പറ്റി വ്യക്തമായ ഒരു പഠനമില്ല. അത്തരം മെഡിസിൻ നമ്മൾ നിർബന്ധിതമായി ഉപയോഗിക്കേണ്ടി വരുന്നു. അപ്പോൾ ഒരുപാട് പേഷ്യൻസിന് പ്രശ്നങ്ങൾ, സൈഡ് എഫക്ട്സ്, ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സൈഡ് എഫക്ട്സ് വരാം. പിന്നെ ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ രോഗം മാറാനുള്ള ചാൻസും കുറവായിരിക്കും. അതുകൊണ്ട് ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്, നമ്മൾ ഇനി ഡോക്ടർ ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ കോഴ്സ് 5 ദിവസത്തെ കോഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഫാർമസികളിൽ പോയി പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ഈ ആൻറ്റിബയോട്ടിക് മെഡിസിൻസ് മേടിക്കരുത്. പ്രത്യേകിച്ചും ചെറിയ കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന ഈ വൈറൽ ഇൽനെസ്, ചുമയായിക്കോട്ടെ, ജലദോഷമായിക്കോട്ടെ, തൊണ്ടവേദന ആയിക്കോട്ടെ, അത് നമ്മൾ പ്രോപ്പറായിട്ട് ഈ പാരസെറ്റമോളും ബാക്കി സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റും കാരണം 2-3 ദിവസത്തിനുള്ളിൽ മാറുന്നതാണ്. ഇങ്ങനെ മാറാത്ത അവസരങ്ങളിൽ ഡോക്ടറെ കാണിക്കുക. ഡോക്ടർ വേണ്ട ഒരു ബ്ലഡ് ടെസ്റ്റുകളോ ഒക്കെ ചെയ്യും. അതിൽ നമുക്ക് ഏകദേശം ഒരു പിക്ചർ കിട്ടും. ഈ ഒരു ടോട്ടൽ കൗണ്ട് അത് എലിവേറ്റഡ് ആയിരിക്കും. പ്രത്യേകിച്ചും അതിൽ ന്യൂട്രോഫിൽ കൗണ്ട് ആയിരിക്കും എലിവേറ്റഡ് ആയിരിക്കും ഈ ബാക്ടീരിയൽ ഡിസീസ് ആണെങ്കിൽ. അതുപോലെ CRP, സി റിയാക്റ്റീവ് പ്രോട്ടീൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എലിവേറ്റഡ് ആയി കാണുമ്പോൾ ഡോക്ടർ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യും. അതുപോലെ അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആക്കാനും തീർച്ചയായിട്ടും ശ്രമിക്കേണ്ടതാണ്. ഇനി ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കൂടാതെ ഈ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ എല്ലാ ബാക്ടീരിയകളും അപകടകാരികളല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ദഹിക്കാനും
അതിന് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ നമ്മുടെ വയറിലുണ്ട്. അൺനെസസറി ആയിട്ട് ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കുകൾ പോയിട്ട് ഇത്തരം നമുക്ക് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയനെ കൂടി എന്ത് ചെയ്യും, നശിപ്പിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഭക്ഷണം ദഹിക്കാതാവുകയും വയറ് സംബന്ധമായ വേറെ രോഗങ്ങളും വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എല്ലാ മെഡിസിൻസിനും അതിൻ്റേതായ സൈഡ് എഫക്ട്സ് കൂടിയുണ്ട്. ഇങ്ങനെ നമ്മൾ പ്രോപ്പർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ പ്രൊലോങ്ഡ് ആയിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ബാക്കി സിസ്റ്റത്തിനെയും ലിവറിനെയും കിഡ്നികളെയും എഫക്റ്റ് ചെയ്യാനും കൂടിയുള്ള സാധ്യതയുണ്ട്. ഞാൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് ആൻറ്റിബയോട്ടിക് മരുന്നുകൾ മോശക്കാരാണെന്നോ ആവശ്യമില്ലാത്ത മരുന്നുകളോ ഒന്നുമില്ല. ആൻറ്റിബയോട്ടിക്സ് ഇല്ലാതെ ഒരിക്കലും മാറാത്ത ഒരുപാട് അസുഖങ്ങളുണ്ട്. അതൊക്കെ പക്ഷേ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇത്തരം അറിവുകൾ നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. അൺനെസസറി ആയിട്ട് ഫാർമസികളിൽ പോയി ആൻറ്റിബയോട്ടിക് മരുന്നുകൾ മേടിച്ച് കഴിക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്.